ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു പൊടി പോലും പത്തനംതിട്ടയ്ക്ക് ഇപ്പുറത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ആ കാലത്ത് മുഴുവൻ രാവും പകലും കഷ്ടപ്പെട്ട് എല്ലാ മർദ്ദനങ്ങളും കേസുകളൊക്കെ അനുഭവിച്ച് അതിനെ ചെറുത്തത് ഞങ്ങൾ മാത്രമാണ്. ഇതെല്ലാവരുടെയും കൺമുമ്പിലുള്ള കാര്യമാണ്. കോൺഗ്രസ്സുകാർ നല്ല കതറ് പിഴിഞ്ഞിട്ടിട്ട് പത്തനംതിട്ടയിൽ ഒരു വലിയ പന്തൽ കെട്ടി അവിടെ ഇരിക്കുകയായിരുന്നു. രാവും പകലും ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിത്തല വരുന്നു, മറ്റേ സതീശൻ വരുന്നു, സുധാകരൻ വരുന്നു, ആൻ്റണി വരുന്നു. പത്തനംതിട്ടയ്ക്ക് ഇപ്പുറം എത്ര കിലോമീറ്റർ ഉണ്ട് സന്നിധാനത്തേക്ക്? അവരാരും വന്നിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വർത്തമാനമൊന്നും പറയണ്ട. കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പൻ്റെ കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ വഴിയിൽ വെച്ചിട്ട് മുങ്ങുമോ? കാരണം ഇത് അവരുടെ പുനഃസംഘടനയാണ് അവർക്ക് പ്രശ്നം എന്നുള്ളതല്ലേ. അപ്പോൾ അയ്യപ്പൻ്റെ കാര്യത്തിലല്ലല്ലോ. ജാഥ നടത്തിയത് അയ്യപ്പൻ്റെ കാര്യത്തിൽ. പക്ഷേ എൻ്റെ ഗ്രൂപ്പുകാരെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മുങ്ങുന്ന ജാഥ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പിന്നെ അവസാനം 10 മണിക്ക് മൈക്ക് ഓഫ് ആക്കേണ്ട സമയമായപ്പോഴല്ലേ അയാൾ വന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത ഇവിടെ എല്ലാവർക്കും അറിയാം. അത് വേറെ വിഷയം.